നമ്മൾ ഒരുപാട് പെൺകുട്ടികളോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് അവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും അത് തന്നെയാണ് ചോദിക്കാൻ പോകുന്നത്, എന്താണ് അവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഒരു ബോയ്സിന് എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെയുള്ള പെൺകുട്ടികളോടൊക്കെ ചോദിച്ചു നോക്കാം അവരെന്തിനാണ് ഇമ്പ്രസ് ആവുക, ലുക്ക് വൈസ് ആയാലും അല്ലെങ്കിൽ പൈസ വേണോ, അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു പെണ്ണ് ഇഷ്ടപ്പെടുക എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഒരു ബോയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ ഇംപ്രസ് ആവാനായിട്ടൊരു എന്താണ് ചെയ്യേണ്ടത്? ഒരു ബോയ് എഫേർട്ട് ആണ് എല്ലാം. ഒരുപാട് പുറകെ നടക്കണമെന്നാണോ? ഒരുപാട് പുറകെ നടക്കണമെന്നല്ല, അതിനേക്കാൾ ഈ വേർഡ്സിനേക്കാളും കൂടുതൽ ആക്ഷൻസ് ആയിരിക്കും ഓൾവേസ് നമ്മൾ വിശ്വസിക്കുക ചെയ്യുന്നത്. അങ്ങനെയേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. ഒരാൾ പറയുന്ന കേട്ട് വിശ്വസിക്കാതെ. അട്രാക്റ്റീവ് ആവാനുള്ള ലുക്സ് എങ്ങനെയായിരിക്കും? ഒരുപാട് പൊക്കം വേണം, ജിം ബോഡി ആവണോ? എനിക്ക് അങ്ങനെ ഒരു കാര്യമേ ഇല്ല ഇതുവരെ. അങ്ങനെ നോക്കിയിട്ടുണ്ട്, ഒരു കാര്യം ഒരു പ്രയോജനം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലുക്സിലും പൈസ വേണമെന്ന് നിർബന്ധമാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി തന്നെ വേണമെന്ന് നിർബന്ധമാണ്? പൈസയും ഗവൺമെന്റ് ജോലിയും വേണമെന്ന് നിർബന്ധമൊക്കെ ഉണ്ട്. പൈസയും ഗവൺമെന്റ് ജോലിയും ഉണ്ട്. കല്യാണം കഴിച്ച് എത്ര പേര് ഇപ്പൊ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിലൊന്നും ഒരു കാര്യവും ഇല്ല. എന്താണ് വേണ്ടത്? അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഏത് സിറ്റുവേഷൻ ഇപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾ എപ്പോഴാണ് ഡൗൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ റോഡിൽ കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ആ സിറ്റുവേഷൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം. അല്ലാതെ പൈസ വേണം, എപ്പോഴും പൈസ കാണണമെന്നില്ലല്ലോ. സ്നേഹം, കെയറും, ലവും, സപ്പോർട്ടും മെയിൻലി വേണ്ടത്. എന്താണ് നിങ്ങൾ ഇംപ്രസ് ആവണേ? അതായത് എങ്ങനെയാണ് നിങ്ങൾ അട്രാക്ട് ആവുന്നത് ഒരു ബോയ് ഇല്ലേ? ക്യാരക്ടർ. ഇപ്പോൾ നിങ്ങൾ ഗേൾസിനെ പറ്റി ഒരു ഇതുണ്ട്, അതായത് ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളിപ്പോൾ ഒരു വേറൊരു ഓഫർ വന്നാൽ, അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് ലുക്കിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പൈസ ഉള്ള ആളെ വന്നു കഴിഞ്ഞാൽ നേരെ അതിനെ ചൂസ് ചെയ്യാന്നുള്ളത് സംഭവം. പൈസ മാറ്റർ ആണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? പൈസ ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ മാറാനുള്ള ചിന്തയാണോ ഉള്ളത്? ലുക്ക് വൈസ് എങ്ങനെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യാവുന്നത് ഒരു ബോയില്? പൊക്കം വേണമെന്നുണ്ടോ, മസിൽ വേണമെന്നുണ്ടോ, അങ്ങനെ നോക്കുമ്പോ? ആവാന്ന് പിന്നെ വണ്ണാവാ, ഫിറ്റ് ബോഡി. ഇപ്പോ എങ്ങനെയാണ് നിങ്ങൾ അട്രാക്റ്റീവ് ആവുന്നത്? ഒരുപാട് പൊക്കം വേണമെന്നുണ്ടോ, മസിൽ വേണമെന്നുണ്ടോ, ഒരുപാട് പൈസ വേണമെന്നുണ്ടോ, എങ്ങനെയാണ്? ഇന്ന ജോലിയൊക്കെ വേണമെന്ന് നിർബന്ധമൊക്കെ ഉണ്ടോ? അതാരും കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്താലാണ് താങ്കൾ ഇംപ്രസ് ആവാ? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് നമ്മുടെ സെൽഫ് ആയിട്ടിരിക്കാൻ പറ്റും, അവരവരുടെ സെൽഫ് ആയിട്ടിരിക്കും. ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ എങ്ങനത്തെ ഉള്ള ബോയ്സിനോടാണ് അട്രാക്ട്? ബോയ്സിനോടോ? ലുക്ക് വൈസ് ആണെങ്കിൽ പൊക്കം വേണം, അല്ലെങ്കിൽ മസിൽ വേണം, നിറം വേണം, അങ്ങനെ എന്തൊക്കെയാണ്? അങ്ങനെയില്ല, ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം. അത്ര മസിലൊന്നും വേണമെന്നില്ല. എന്ന് വെച്ചാൽ ഭയങ്കര ഒബിസിറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഒരു നോർമൽ ലുക്ക്. അങ്ങനെ പറഞ്ഞ സ്വഭാവം. ലുക്ക് വൈസ് നിങ്ങൾ എങ്ങനെയാണ് നോക്കണേ? എങ്ങനെയാ? പൊക്കം വേണോ, സിക്സ് പാക്ക് വേണോ? പൊക്കം വേണം. പിന്നെ മുടി എങ്ങനെ? ഒരുപാട് മുടി ഉള്ളതാണോ? അല്ല, നല്ല താന്റെ പോലെ മുടി. അങ്ങനെ. പിന്നെ ഇപ്പൊ നിങ്ങളെ പറ്റി ഒരു ഇതുണ്ട്, പൈസ ഉള്ളവരിലേക്ക് ചായ എന്നുള്ളൊരു സംഭവം ഉണ്ട്. ഗേൾസ് പൈസ ഉണ്ടെങ്കിലാണ് ഗേൾസ് പ്രേമിക്കൂ എന്നൊക്കെ പറയണ്ട, അത് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ഒരാൾ ഞങ്ങൾ പ്രേമിക്കണമെങ്കിൽ പൈസ നോക്കിയിട്ടല്ലോ, അവന്റെ സ്വഭാവം നോക്കിയിട്ടല്ലേ. പ്രേമിച്ച് കഴിഞ്ഞ കെട്ടിക്കാൻ പൈസ ഉണ്ടാക്കിയാ പോരെ. രണ്ടൊരു ബുദ്ധിമുട്ടാക്ക. പിന്നെ ഗവൺമെന്റ് ജോലി ഉള്ള, ഇപ്പൊ വീട്ടുകാരായാലും ഗവൺമെന്റ് ജോലി ഉള്ള ആൾക്കാണ് കെട്ടിച്ചുറക്കാൻ വേണ്ടി നോക്കുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ എന്താണ് അഭിപ്രായം? ഗവൺമെന്റ് ജോലി നിർബന്ധമാണോ? നിർബന്ധമൊന്നുമല്ല. ഗവൺമെന്റ് ജോലി കിട്ടിയ ഒരാള് അപ്പൊ എക്സ്പെക്ട് ചെയ്യൂല. മിക്ക പേര് അങ്ങനെയാണ്. അത് എനിക്ക് തോന്നില്ല. മെയിൻ ആയിട്ട് എന്താണ് വേണ്ടത് നിങ്ങൾ ഇംപ്രസ് ചെയ്യാനായിട്ട്? ഹൈറ്റ്. ഹൈറ്റ്, സ്വഭാവം, മുടി. ഇതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. എന്ത് ചെയ്താലാണ് നിങ്ങൾ ഇംപ്രസ് ആവുക? അങ്ങനെയൊന്നുമില്ല. ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയുള്ളവരായിട്ടാണ്? പൊക്കം വേണോ, വണ്ണം വേണോ,
ലുക്കിലല്ലല്ലോ. പിന്നെ നിങ്ങളിപ്പോ കേസിനെ പറ്റി ഒരുപാട് ഗോസിപ്സ് അല്ലേ, പൈസ ഉള്ളവരുടെ കൂടെ ചായുന്ന സംഭവം ശരിക്കും അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഗവൺമെന്റ് ജോലി വേണമെന്ന് ഇല്ല. നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നിർബന്ധമില്ല. നിർബന്ധമില്ല. പിന്നെ എങ്ങനെയുള്ള പോയാണ് താല്പര്യം? നല്ലായിട്ട് നോക്കുന്ന ഒരാൾ. കെയർ, ലവ്, സപ്പോർട്ട് ഇതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്താലാണ് ഇംപ്രസ് ആവാ? എന്താണ് നിങ്ങൾ കൺസിഡർ ചെയ്യണേ? പെട്ടെന്നൊന്നും ഇംപ്രസ് ആവാൻ സാധ്യതയില്ല. ഇല്ല. ലുക്ക് വൈസ് ആണോ നിങ്ങൾ ഇംപ്രസ് ആവാൻ? എങ്ങനെയാണ് ഇംപ്രസ് ആണ് ലുക്ക് വൈസ് നോക്കുമ്പോൾ? ഒരുപാട് പൊക്കം വേണോ, നിറം വേണോ, അങ്ങനെയാണ്? വണ്ണം വേണോ, അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന ആളാണോ, എങ്ങനെയാണ് നിങ്ങളുടെ? ഞാൻ എന്റെ ഇത് പറയുകയാണെങ്കിൽ കുറച്ച് കറുത്തിട്ട് അത്യാവശ്യം എന്നെക്കാളും ഹൈറ്റ് ഉള്ള നല്ല ചിരിയൊക്കെ ഉള്ള. ഇവിടെയോ? നല്ല കണ്ണായിരിക്കണം. കണ്ണായിരിക്കണം, അതാണ് ഹൈലൈറ്റ് ആയിട്ട്. പിന്നെ നിങ്ങളെ പറ്റി ഒരു ഗേൾസിനെ പറ്റി പൊതുവെ പറയാറുണ്ട്, ഇപ്പൊ ഒരു പൈസ ഉള്ള ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ചാടും, എത്രയൊക്കെ ഉണ്ടായാലും കാര്യമൊന്നുമില്ല, പൈസ ഒന്നും അതിലേക്ക് ചാടും പറയാറ്. അത് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഗവൺമെന്റ് ജോലി വേണമെന്ന് നിർബന്ധമുണ്ടോ? എന്താണ് അങ്ങനെയൊന്നുമില്ല. ഞങ്ങളിപ്പോ ഗവൺമെന്റിലല്ലോ, അപ്പൊ പിന്നെ അവരോടും അങ്ങനെ ചെയ്യണം നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. നിർബന്ധമില്ല. സ്വഭാവം, നല്ല സ്വഭാവം, ട്രസ്റ്റ്, പിന്നെ കെയർ. കെയർ വേണം. ലുക്ക് വൈസ് എങ്ങനെയാണ് നിങ്ങൾ അട്രാക്റ്റീവ് ആവുന്നത്? പൊക്കം വേണമെന്നുണ്ടോ? ജെന്റിൽമാൻ ലുക്ക്. എന്താണ് ജെന്റിൽമാൻ ലുക്ക്? ബ്രൗൺ ബോയ്. നീലക്കണ്ണ്. നീലക്കണ്ണ്, ഋതിരോഷനെ പോലെ പച്ചക്കണ്ണ. ബ്രൗൺ ബോയ്. നല്ല പൊക്കം വേണം. നല്ല പൊക്കം വേണം, നല്ല മുടിയൊക്കെ ആയിട്ട്. മുടി വേണം, അങ്ങനെയുള്ളതാണ് അട്രാക്റ്റീവ്. പിന്നെ നിങ്ങൾ പൈസ ഒരുപാട് നോക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആണെന്ന് എല്ലാവരും പറയുന്നത്. ഇപ്പൊ നല്ലൊരു ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചായുന്നൊക്കെ. കോളേജ് കിട്ടിയാടി. അതായത് നിങ്ങളെ പറ്റി ഒരു ഇതുണ്ട്, ഇപ്പൊ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു ജോലിയുള്ള ഒരു വ്യക്തിയുടെ കല്യാണാലോചന വന്നു കഴിഞ്ഞാൽ ആളെ ബ്രേക്കപ്പ് ചെയ്തിട്ട് ആളുടെ കൂടെ പോകുന്നുള്ളൊരു ചീത്തപ്പേര് പൊതുവെ പെണ്ണുങ്ങൾക്ക് ഉണ്ട്. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. അല്ല, ഓൾമോസ്റ്റ് എങ്ങനെയാണെന്ന് തോന്നിട്ടുള്ളത്? ഓൾമോസ്റ്റ് എന്ന് പറയുമ്പോ ലൈക്ക് അതാണ്, ഗേൾസിലുണ്ട് ബോയ്സിലുണ്ട്, അവരുടെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും. നല്ല വൃത്തിക്ക് ഹൈജീൻ ഉണ്ടായിരിക്കണം. ഡ്രസ് കോഡ് നന്നായിരിക്കണം. മസിൽ ഉണ്ടാവണം അല്ലെങ്കിൽ പൊക്കം ഉണ്ടാവണം, അങ്ങനെയൊക്കെ ഉണ്ടോ? ആള് സ്മാർട്ട് ആവണം. അപ്പൊ എങ്ങനെയായാലും ആൾക്കോട്ടില്ല സ്മാർട്ട് ആവണം. ഹൈജീൻ ഉണ്ടാവണം, സ്മാർട്ട് ആവണം. ഹൈജീനാണ് ഇമ്പോർട്ടൻസ് പറയുക. ഇപ്പൊ ഒരുപാട് പേര് നിങ്ങൾ ഇപ്പൊ ഗേൾസിനെ പറ്റി പറയണം, പൈസ ഉണ്ടെങ്കിലാണ് ആള് കമ്മിറ്റഡ് ആവുള്ളൂ. ഇപ്പൊ ഒരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നുള്ള സംഭവമുണ്ട്. ഇപ്പൊ ബ്രേക്കപ്പ് ആയി പോവാണെങ്കിൽ ജോലിയുള്ള ആളുടെ പോകുന്നൊക്കെ അങ്ങനെ ശരിക്കും നോക്കാറുണ്ടോ? ഈ പൈസ ജോലിയുള്ളവരെ കാണുമ്പോ, വിദേശത്തേക്ക് ജോലിയുള്ളവരെ കാണുമ്പോ പെൺകുട്ടികൾ അതിലേക്ക് ചായുന്നുള്ളൊരു ചിത്തപ്പേരുണ്ട്. അത് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടോ? തോന്നിട്ടില്ല. അങ്ങനെയൊന്നുമല്ല. നമുക്ക് സമാധാനമാണല്ലോ വലിയത്. പൈസ മാത്രം നോക്കി പോയിട്ട് ശരിയാവില്ല. സമാധാന സ്നേഹമാണ് പ്രധാനം.